ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അളവറ്റ വിശ്വാസവും അനന്തമായ ഭക്തിയും ഉള്ളവർക്ക് ദൈവം മഹത്തായ അനുഗ്രഹങ്ങൾ നൽകും. നിന്റെ സർവ്വഹൃദയത്തോടെ സർവ്വപ്രാണൻ കൊണ്ടും സർവ്വബുദ്ധിയോടും സർവ്വശക്തിയോടും കൂടെ നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക. മാർക്കോസ് 12:30 ദൈവത്തോടുള്ള അളവറ്റ ഭക്തിയും സമർപ്പണവുമാണ് യഥാർത്ഥ ആത്മീയതയുടെ അടിസ്ഥാനം. നോമ്പിൻ്റെ 17-ാം ദിവസമായ ഇന്നത്തെ ചിന്താവിഷയം അഗണ്യമായ ഭക്തി എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നോമ്പിൻ്റെ 17-ാം ദിവസം ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഈ ദിവസം വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. അഗണ്യമായ ഭക്തി എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അടിയൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കിനേക്കാൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അടിയൻ്റെ മേൽ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ വാക്കുകളെ കേൾക്കുന്ന നിൻ്റെ ജനത്തിന്മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗത്ത് ലാസറിൻ്റെ സഹോദരി മറിയ വിലയേറിയ സുഗന്ധ തൈലം യേശുവിൻ്റെ കാലിൽ പുരട്ടി തൻ്റെ മുടിയാൽ തുടച്ചു നീക്കുന്നു. ഇവളുടേത് ഒരു അളവറ്റ സമർപ്പണവും കർത്താവിനോടുള്ള പരമമായ ഭക്തിയുമാണ്. മറിയ തൻ്റെ ഏറ്റവും വിലയേറിയത് യേശുവിന് സമർപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ നാം യേശുവിനോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്ന് ഇപ്പോൾ നാം ചിന്തിക്കണം. യൂദാസ് ഈ പ്രവൃത്തിയെ പാഴ്ചെയ്യൽ എന്ന വിലയിരുത്തിയപ്പോൾ യേശു അതിനെ സ്നേഹത്തിൻ്റെയും ആദരത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കിയിരുന്നു. നമുക്ക് ലോകത്തിൻ്റെ വിമർശനത്തെക്കാൾ ദൈവഹിതം പ്രാധാന്യമാകണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറിയ യേശുവിനോടുള്ള സ്നേഹം പ്രസ്താവിക്കാൻ വൈകിയില്ല. നമുക്ക് ദൈവത്തോടും മനുഷ്യരോടും സ്നേഹം പ്രകടിപ്പിക്കാൻ ഇന്ന് തന്നെ സമയം കണ്ടെത്താം. ദരിദ്രർ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും, എന്നാൽ ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവുകയില്ല. ഈ വചനങ്ങൾ ദൈവത്തോടുള്ള സമർപ്പണത്തിൻ്റെ മഹത്വം ഓർമ്മിപ്പിക്കുന്നു. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള ഈ വാക്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നതിന് മഹത്വവും സത്യമായ ആരാധനയുടെ മനോഭാവവും കാണിക്കുന്നു. ദാവീദിൻ്റെയും ജനങ്ങളുടെയും മനസ്സിൽ ദൈവത്തിനായി ഏറ്റവും മികച്ചവയെ നൽകാനുള്ള മനസ്സുണ്ടായിരുന്നു. ജനങ്ങൾ ദൈവമന്ദിര നിർമ്മാണത്തിനായി സ്വർണം, വെള്ളി, ഇരുമ്പ് എന്നിവ ധാരാളമായി നൽകിയപ്പോൾ അവർക്കുള്ള ബന്ധപ്പെടൽ ആയല്ല, മറിച്ച് സന്തോഷപൂർവ്വമായിരുന്നു. നാം ദൈവത്തിന് നൽകുമ്പോൾ ഇച്ഛാപൂർവം ആയിരിക്കണം, നിർബന്ധിതമായിരിക്കരുത്. എല്ലാം ദൈവത്തിൻ്റേതാണ്. ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയെന്നാൽ, കർത്താവെ, മഹത്വവും ബലവും അതിപ്രഭാവവും നിനക്ക് മാത്രമേ ഉള്ളൂ. സമ്പത്തും മഹത്വവും നിന്നിൽ നിന്ന് വരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എല്ലാം ദൈവത്തിൻ്റേതാണ്. നമ്മളെ കൈനീട്ടാൻ അനുവദിക്കുന്നത് ദൈവം തന്നെയാണ്. ദൈവം തന്നത് ദൈവത്തോട് തിരിച്ചു കൊടുക്കുന്നത് നമ്മുടെ ബാധ്യതയാണ്. ഭൂമിയിൽ ഞങ്ങൾ വിരുന്നുകാരും പരദേശികളും മാത്രമാണ്. അതായത് മനുഷ്യജീവിതം ഇവിടെ താൽക്കാലികത മാത്രമാണ്. ഇത് ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ഭൂമിയിൽ നമുക്ക് എല്ലാം താൽക്കാലികമാണ്. നാം ശാശ്വതമായി ഇവിടെ ജീവിക്കുന്നവരല്ല. ആകയാൽ ഭൂമിയിലെ സമ്പത്ത് അല്ല, ദൈവരാജ്യമാണ് നമുക്ക് മുൻഗണന നൽകേണ്ടത്. നാം ദൈവത്തിന് നൽകുമ്പോൾ സന്തോഷത്തോടെയും കൃതജ്ഞതയോടെയും നൽകണം. നമ്മുടെ സമ്പത്തും ജീവിതവും ദൈവത്തിൻ്റെ ആണെന്നതിനാൽ അഹങ്കാരം ഒഴിവാക്കി ദൈവഹിതപ്രകാരം ജീവിക്കണം. ഈ ലോകം താൽക്കാലികമാണെന്ന് സത്യം നാം മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ 8-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഇതിൻ്റെ ആഴത്തിലുള്ള സന്ദേശം നമ്മുടെ സ്വാതന്ത്ര്യവും മറ്റ് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചുമാണ്. ലോകത്തിൽ പല ദേവന്മാർ ഉണ്ടെന്ന് ചിലർ പറയുന്നുവെങ്കിലും നമ്മുടെ കാഴ്ചയിൽ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ബഹുമതികളുടെ ആരാധന കൊണ്ട് വസ്തുക്കൾ അശുദ്ധമാകുന്നില്ല. കാരണം ആ ബഹുമതികൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലും മാത്രമാണെങ്കിൽ ഭയപ്പെടാൻ ഒന്നുമില്ല. ചിലർ എപ്പോഴും ബഹുമതികളെ യഥാർത്ഥമെന്ന് വിശ്വസിക്കുന്നു. ഭക്ഷണം കഴിക്കാത്തത് നമ്മെ ദൈവത്തോട് അടുത്താക്കുകയുമില്ല. ഭക്ഷണം കഴിച്ചതും ദൈവത്തിൻ്റെ മുന്നിൽ ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനർക്ക് ഇടർച്ചയാകാതിരിക്കുക. നമ്മുടെ വിശ്വാസം ശക്തമാണെന്ന കാര്യമറിഞ്ഞ് ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ആത്മീയ നന്മയെ ബാധിക്കരുത്. ഞങ്ങൾ തികച്ചും സ്വതന്ത്രൻ ആണെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ ഇടർച്ചയാക്കരുത്. നമ്മുടെ വിശ്വാസം ദൈവത്തിലും യേശുക്രിസ്തുവിലും മാത്രമാണെന്ന് ഉറപ്പോടെ ജീവിക്കണം. നമ്മുടെ സ്വാതന്ത്ര്യത്താൽ മറ്റുള്ളവരുടെ വിശ്വാസം തളരാതെ നോക്കണം.
നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ആത്മീയ ഇടർച്ച ആകുന്നതിൽ നിന്ന് ജാഗ്രതയോടെ തുടരണം. ഈ ചിന്തകളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.